ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ ഒരു PDA ആണ്. ഇത് ഏകദേശം 200 ദിവസം പഴക്കമുള്ള ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. മാരുതി ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മാനുഫാക്ചർ ചെയ്ത് യാർഡുകളിലേക്ക് എത്തിയ ഒരു വാഹനമാണ്. ഏകദേശം 200 ദിവസത്തിൽ കൂടുതലാണ് ഈ വാഹനത്തിന് പഴക്കമുള്ളത്. 200 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മാസത്തിൽ കൂടുതൽ. അപ്പോൾ ഈ വാഹനം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2025 മെയ് മാസത്തിലാണ്. യാർഡിലേക്ക് എത്തിയിരിക്കുന്നത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലേക്കായിരിക്കും. അപ്പോൾ ഒരു 200 ദിവസം പഴക്കമുള്ള ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് വാഹനം PDA ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് മാരുതി അനൗൺസ് ചെയ്യുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അപ്പോൾ ഇത് മെയ്യിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനമാണ് എങ്കിൽ സെക്കൻഡ് ബാച്ചിലൊക്കെ ചിലപ്പോൾ മാനുഫാക്ചർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു വാഹനമായിരിക്കും. ഇതെന്തായാലും ഷോറൂമിലേക്ക് എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലേക്കായിരിക്കും ചിലപ്പോൾ ഷോറൂമിൽ അല്ലെങ്കിൽ അവരുടെ യാർഡിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വരും എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് വാഷ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ PDA ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് ഈ വാഹനം അവർ പറഞ്ഞ കറക്റ്റ് മാനുഫാക്ചറിങ് മന്തിൽ തന്നെ അല്ലേ എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഡോർ പാഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. SE എന്ന് കാണിച്ചിരിക്കുന്നത്, S എന്ന് പറഞ്ഞാൽ ഇയർ 2025, ഈ മെയിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ SE ആ മെയ് മാസത്തിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനമാണ്. ഇപ്പോൾ ഷോറൂമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫോം 22 കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് ഉൾപ്പെടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ടയറുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വാഹനത്തിൻ്റെ ടയർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2025 തന്നെ ആയിരിക്കണം. എന്താണെങ്കിലും അതിൻ്റെ ആ മന്ത് നമ്മൾ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല. 16/25, അതായത് 4-ാം മാസം ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ വീക്കിനെയാണ് പറയുന്നത്. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ടയറുകളായിരിക്കും. ഫ്രണ്ടിലെ വീൽസ് അതാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മാനുഫാക്ചറിങ് മന്ത് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. 15/25 അതായത് ആ വീലിനേക്കാളും ഒരാഴ്ച മുമ്പ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വീലുകളാണ്. അപ്പോൾ വീൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 6 മാസമൊക്കെ യാർഡിൽ കിടന്നതായതുകൊണ്ട് ഇപ്പോൾ ഇത് പഞ്ചറായിട്ടോ അങ്ങനെയൊക്കെ കിടക്കുകയാണെങ്കിൽ വീൽസിൽ ക്രാക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഡീറ്റെയിൽഡായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ വാഹനത്തിൽ സ്പെയർ വീൽ വരുന്നില്ല. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ സ്പെയർ വീൽ അവർ ഹൈബ്രിഡിൽ നിന്നും എല്ലാ ഗ്രാൻഡ് വിറ്റാരയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തൊരു ഈ വീല് നോക്കുന്ന സമയത്ത് ഇതും ഏകദേശം ആ ഒരു സെയിം ടൈമിൽ തന്നെ 16/25 തന്നെയാണ് ഇതും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീലും നമുക്ക് ഏകദേശം അത് തന്നെ ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതും ഏകദേശം ആ ഒരു 15/25. അപ്പോൾ ഫ്രണ്ട് രണ്ട് വീലുകൾ 15/25-ലും 2 ടയറുകൾ 16/25-ലുമാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ഇത്രയും ഏജ്ഡ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാര്യം ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ റെസ്റ്റ് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ ഏത് വാഹനം യാർഡിൽ കിടന്നാണെങ്കിലും ഈ ഒരു വീൽസിൻ്റെ പോർഷനിൽ സാധാരണ രീതിയിൽ റെസ്റ്റ് കാണാറുണ്ട്. അതെല്ലാ വീലുകളിലും നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് അടുത്തത്. ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രത്യേകിച്ച് അകത്ത് വേറെ ചെളിയോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ ബോണറ്റ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് മന്ത് നിങ്ങൾക്ക് ഇവിടെയും അവർ പഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അത്യാവശ്യം കൂളൻ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് റാറ്റ്സിൻ്റെ അങ്ങനെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. നമ്മുടെ ഹിഞ്ചസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് അഴിച്ചതായിട്ടുള്ള പാടുകളോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ പോർഷൻസിലും വേറെ കൺസേൺസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റബ്ബർ ബുഷ് കമ്പാരിറ്റീവ്ലി പഴക്കം വന്നിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിൽ പുതിയ വാഹനമാണെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചിട്ട് വിടുകയാണെങ്കിൽ അത് പഴയ പൊസിഷനിലേക്ക് ഇങ്ങനെ പോകും. അത് പോകാനായിട്ടുള്ളൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡെലിവറി ടൈമിൽ അവർ ഷോറൂമിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് മാറ്റി നമുക്ക് വേറെ ഒരു റബ്ബർ ബുഷ് കാര്യങ്ങൾ ചെയ്തു തരും. അതാണ് ആ ഒരു കൺസേൺസ് കാണാനുള്ളത്. വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസോ പ്രശ്നങ്ങളോ ഒന്നും ബോണറ്റിൻ്റെ അകത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നില്ല. ഇതും ഏകദേശം ആ ഒരു മന്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്തതാണ് നമ്മുടെ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് അകത്ത് വലിയ ഇപ്പോൾ യാർഡിൽ കിടന്നതാണെങ്കിലും സാധാരണ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സമയത്ത് കുറേ ചെളിയൊക്കെ കാണാറുണ്ട്. ഇതിനകത്ത് അങ്ങനെ വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് നമ്മുടെ ബോണറ്റ് അകത്തുള്ള എൻജിൻ ബേ കാണാനായിട്ട് പറ്റുക.
അടുത്തതായിട്ട് നമ്മൾ വാഹനത്തിൻ്റെ ഫുൾ ബോഡി ഒന്ന് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെയെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഇതൊക്കെ കാര്യങ്ങളെല്ലാം ഡെലിവറി ടൈമിൽ അവർ നല്ല രീതിയിൽ വാഷ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം പോകും. ഇവിടെ എല്ലാം ചെറിയതായിട്ട് ചെളി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കൺസേൺസ് ഒന്നും ഫ്രണ്ട് പോർഷനിൽ കാണുന്നില്ല. ഇവിടെ എന്തോ ചെറിയൊരു സ്ക്രാച്ച് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ചെളി ആയിരിക്കാം. അത് കഴിയുന്ന സമയത്ത് ഡെലിവറി ടൈമിൽ അവർ വാഷ് ചെയ്യുമ്പോൾ അത് റെഡിയായി കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് പാനൽ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല, അതെല്ലാം നോർമലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേറൊരു സംഭവമാണ് ഈ പാനൽ ഗ്യാപ്പുകൾ. അത് 2 ഡോറിൻ്റെ US കുറച്ച് വലിയ ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ അപ്പുറ വശം പോലും ചെക്ക് ചെയ്യുക. ഈ പോർഷൻസിലെല്ലാം പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊന്നും സ്ക്രാച്ചസ് അല്ല. അങ്ങനെ വാഹനത്തിൻ്റെ ചുറ്റുപുറം വേറെ പ്രത്യേകിച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇതൊക്കെ ചെളി തന്നെയാണ്. പിന്നെ ഈ ഒരു ബീഡിങ്സ്, ഇതിപ്പോൾ 6 മാസം കിടന്നൊരു വാഹനമായതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു അകത്തെ ബീഡിങ്സിന് എന്തോ ചെറിയൊരു കൺസേൺ കാണുന്നുണ്ട്. അതും ചിലപ്പോൾ ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെലിവറി ടൈമിൽ ക്ലിയർ ചെയ്ത് തരും. ബാക്കി പോർഷൻസ് എല്ലാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണുള്ളത്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വാഹനത്തിൻ്റെ ചുറ്റുപുറം നടന്ന് നോക്കുക. ഇങ്ങനെ ഉരയാൻ സാധ്യതയുള്ള കോർണറുകൾ പോർഷൻസിലെല്ലാം വേറെ പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ വാഹനത്തിൻ്റെ റൂഫും കൂടി നോക്കുക. ഇതിപ്പോൾ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് റൂഫ് ബിൽറ്റിനായിട്ട് വരുന്നതാണ്. അപ്പോൾ വേറെ റൂഫിൽ വേറെ സ്ക്രാച്ചോ സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ടില്ല. ഈ വശത്താണെങ്കിലും പാനൽ ഗ്യാപ്പെല്ലാം ഈ സെയിം ആയിട്ട് തന്നെയാണ് കാണുന്നത്. എക്സ്ട്രാ വലിയ ഗ്യാപ്പോ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ നമുക്ക് ഇത്ര ഏജ്ഡ് വാഹനമായതുകൊണ്ട് അതിൻ്റെ വൈപ്പേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. വൈപ്പർ ബ്ലേഡിന് എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡെലിവറി ടൈമിൽ അത് അവർ ഫിക്സ് ചെയ്ത് തരും. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എക്സ്റ്റീരിയറിൽ കാണാനില്ല. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലെ ലൈറ്റ്സ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് നോക്കുക. അതിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് അകത്ത് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ അവരാരെങ്കിലും സപ്പോർട്ട് ചോദിച്ചിട്ട് അവരോടൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറയുക, റിവേഴ്സ് ഇടാനായിട്ട് പറയുക. അപ്പോൾ റിവേഴ്സ് ആയിട്ട് കാര്യങ്ങൾ ബാക്കി കൺട്രോളുകളെല്ലാം കറക്റ്റായിട്ട് എക്സ്റ്റീരിയറിലെ ലൈറ്റ്സ് കാര്യങ്ങൾ അതിനകത്ത് വേറെ കൺസേൺസ് ഒന്നും ഇല്ലാണ്ട് എല്ലാം ഫംഗ്ഷൻ ആവുന്നില്ലേ എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ ഈ പാർക്കിംഗ് സെൻസറുകൾ എന്തെങ്കിലും കൺസേൺസ് കാണിക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം LED പ്രശ്നങ്ങളോ അങ്ങനെ അടിയിൽ കിടന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും നമ്മൾക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തുരുമ്പോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. അതും നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഫ്രണ്ട് വശത്തും ബാക്കിലെ എല്ലാ സ്ഥലത്തും തുരുമ്പ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടിയും ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സെൻസേഴ്സ് 4 സെൻസറാണ് വരുന്നത്. ഇതിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യാം. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻറ്റീരിയർ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഇതിനകത്തിപ്പോൾ ചെറിയൊരു ചെളി ഇവിടെ കാണുന്നുണ്ട്. അത് ആരോ അകത്ത് കയറിയപ്പോൾ കൈ പിടിച്ച് ആയിക്ക് ചെളിയാണ്. അതെല്ലാം ഒരു ഡെലിവറി ടൈമിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് തരും. റൂഫ് കാര്യങ്ങളിൽ വേറെ ഡയറക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യാം. കാറിനകത്ത് കയറിയ ശേഷം നമ്മൾ ആദ്യം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. ഇനി ഇതിന്റെ ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ആദ്യം സിംഗിൾ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഈ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓണായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓപ്പൺ ആണെങ്കിൽ ഒന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള വാഹനമാണെങ്കിൽ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാര്യങ്ങളും കൂടി ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഈ വാഹനം ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിൽ കൺസേൺസ് ഒന്നുമില്ല. ലോ ഫ്യൂൽ വാർണിംഗ് നിങ്ങൾക്ക് ഇതിനകത്ത് വന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ വാഹനം വേറെ ഇതിനകത്തുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതിപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതിനകത്തുള്ള മീൻസ് ഇൻഡിക്കേഷൻസ്, അതായത് ലോ ഫ്യൂവല്, പിന്നെ എൻജിൻ ടെമ്പറേച്ചർ, ഓയിൽ, അങ്ങനത്തെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ആകുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ EV ആയതുകൊണ്ട് റെഡി EV മോഡെന്നും പറഞ്ഞതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വാഹനം റെഡി ടു ഡ്രൈവ് ആണ്. EV ആയതുകൊണ്ട് ഇപ്പോൾ ഈ വാഹനം ഫുൾ EVയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേറെ നോയ്സ് കാര്യങ്ങളൊന്നും അതിനകത്ത് കേൾക്കാത്തത്.
അതിനുശേഷം നമ്മൾ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലേക്ക് വരിക. ഇതിനകത്ത് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് എല്ലാം ഫംഗ്ഷൻ ആവുന്നില്ല. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ ആഡായിട്ട് വന്നിട്ടുണ്ട്. അത് ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കിട്ടും. നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നോക്കി ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മ്യൂസിക് ഒരെണ്ണം പ്ലേ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് നമ്മളുടെ ബാസ്, ട്രബിള്, മിഡ് ബാലൻസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സ്പീക്കറുകളും നമുക്ക് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാം. വേറെ പതർച്ച, ഒച്ച, സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്യുക. താഴേക്ക് വരിക, AC എടുക്കുക. AC-യുടെ ഫുൾ ടെമ്പറേച്ചറിൽ ഫുൾ AC കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, വേറെ നോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവിടെ മേക്ക് ഷുവർ ചെയ്യുക. ഇതെല്ലാം കറക്റ്റാണ് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്ഷൻ കൺട്രോള്, ഇതാണ് കീ വരുന്നത്, ലോക്ക് ആൻഡ് അൺലോക്ക് ആണ്. അതെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ആവില്ലേ എന്ന് എക്സ്റ്റീരിയറിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഇൻഡിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നോക്കുക. പിന്നെ ഇതിപ്പോൾ ഡ്രൈവാണ്, EV ഡ്രൈവ്. നമ്മൾ ഗിയർ എല്ലാം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഡ്രൈവ് അതെല്ലാം കറക്റ്റായിട്ട് വരുന്നില്ല, വരുന്ന സമയത്ത് വരെ നോട്ട്സ് കാര്യങ്ങളൊന്നുമില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ അകത്ത് മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ, റീഡിങ് ലൈറ്റുകൾ, പിന്നെ നമ്മളുടെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ. അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നിങ്ങനെ മേക്ക് ഷുവർ ചെയ്യുക. 4 പവർ വിൻഡോസും കറക്റ്റായിട്ട് താഴെ വരെ എത്തുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അങ്ങനത്തെ ഇലക്ട്രിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വാഹനത്തിനകത്ത് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എപ്പോൾ PDI ചെയ്യണം എന്നുള്ളത്. നമ്മൾ PDI ചെയ്യേണ്ടത് നിങ്ങൾ ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്ത് വാഹനം ബുക്ക് ചെയ്ത് നിങ്ങളുടെ പേരിൽ ആ വാഹനം അലോട്ടായിട്ട് യാർഡിലോ ഷോറൂമിലോ വരുന്ന സമയത്താണ് നമ്മൾ വാഹനം PDI ചെയ്യേണ്ടത്. അതല്ലാതെ വാഹനം വന്ന് പേയ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയി വാഹനം ഇറക്കുന്നതിന് തലേദിവസം പോയി PDI ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. കാരണം വാഹനം ഓൾറെഡി നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. പിന്നെ അത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളുള്ള കാര്യമാണ്. സാധാരണ ഇതിൽ മാറ്റി കിട്ടാറില്ല. എന്തെങ്കിലും കൺസെപ്റ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് തരാറാണ് പതിവ്. അപ്പോൾ വാഹനം നമ്മളുടെ പേരിൽ വന്ന് നമ്മൾ PDI ചെയ്ത് നമുക്ക് ഓക്കെ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം ആ വാഹനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നമ്മൾക്ക് നല്ലതാണ്. എല്ലാവരും PDI ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം അപ്പോൾ നമുക്കും നമ്മുടെ വാഹനം നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് ഷോറൂമിൽ പോയി ഒന്ന് കാണാനും അല്ലെങ്കിൽ യാർഡിൽ പോയി ഒന്ന് കാണാനും ആ വാഹനം ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഒരു അവസരമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ വാഹനം PDI ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു ചെയ്ത രീതിയിലൊക്കെ ഏതൊരാൾക്കും വാഹനം പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. എക്സ്റ്റീരിയറിൽ വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം യാർഡ് ടു യാർഡ് മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നിന്ന് ഇറക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ചിലപ്പോൾ തട്ടോ മുട്ടോ ഉറച്ചിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊന്നുമില്ല എന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം. പിന്നെ നമ്മളുടെ ചേസ് നമ്പർ ആയിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ടയറുകൾ ആ ഒരു ടൈമിൽ തന്നെയല്ലേ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ബോണറ്റ് ഒന്ന് ഉയർത്തി നോക്കുക. അതിനകത്ത് ഇപ്പോൾ ഏജ്ഡ് വാഹനമാണെങ്കിൽ ചിലപ്പോൾ അവിടെയൊക്കെ തുരുമ്പ് കണ്ടേക്കാം. ആ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ കൂളന്റ് പരിപാടികൾ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലൊക്കെ ഒരു വാഹനം ഇറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്തായിരിക്കും നമുക്ക് തരിക. അതൊന്നും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാഹനത്തിന് 6 കൊല്ലത്തെ വാറണ്ടി വരെ കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് സേഫാണ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ടത് ബോണറ്റൊക്കെ തുറന്നതിനകത്ത് റാറ്റ് ബൈറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ റാറ്റ് വന്നതിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളുണ്ടോ. ഇപ്പം ഇൻറ്റീരിയറിൽ റാറ്റൊക്കെ വരുന്നത് നമ്മൾ കൂടുതൽ ഡിക്കിയിലൊക്കെ ആയിരിക്കും. ഡിക്കിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു നോക്കുക. അല്ലെങ്കിൽ ബാക്ക് സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ ആയിരിക്കും സാധാരണ ഞാൻ പല വണ്ടികളിലും PDI ചെയ്ത സമയത്ത് റാറ്റിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യാം. ഇനി വാഹനത്തിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഒരു 1-2 വണ്ടികളിൽ ഞാൻ പവർ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ചെയ്യാത്തൊരു പ്രശ്നം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സിന് ഒരു പതർച്ച പോലെ പല വണ്ടികളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് AC വെൻസ് ഒരു വണ്ടിയിൽ ചെക്ക് ചെയ്ത സമയത്ത് അത് ഒരെണ്ണം അതിൻ്റെ അകത്ത് ഒരു കാലൊടിഞ്ഞിരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അകത്ത് കയറിയിട്ട് മാക്സിമം ചെക്ക് ചെയ്യുക. നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ നമുക്ക് 4 സ്പീക്കറും കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വാഹനം ജസ്റ്റ് ഗിയർ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് വേറെ നോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യാം. അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു വാഹനം പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ PDI ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും വാഹനം നിങ്ങളുടെ പേരിൽ ആയതിനു ശേഷം പിന്നെ PDI ചെയ്തുകൊണ്ട് യൂസ് ഇല്ല. അപ്പോൾ വാഹനം നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങളുടെ പേരിൽ യാർഡിൽ വരുന്ന സമയത്ത് തന്നെ മാക്സിമം PDI ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വേറെ ഇത് റിലേറ്റഡ് ആയിട്ട് PDI ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. കഴിഞ്ഞ 1-2 PDI വീഡിയോയ്ക്ക് അത്യാവശ്യം ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും വാഹനം PDI ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മനസ്സമാധാനം കാര്യങ്ങൾ ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.